ഓരോ സന്ദർഭവും നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കും. അതിൽ നിന്ന് പലതും നമുക്ക് ഭാവിയിലേക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. ഏത് തൊഴിലാണെങ്കിലും പൂർണ്ണമായി ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ ആ വ്യക്തി വളർന്നിരിക്കും. അതിന് ബിസിനസ് ഒരു ലിമിറ്റേഷൻ ഒന്നുമല്ല, അല്ലെങ്കിൽ ജോലി ഒരു ലിമിറ്റേഷൻ അല്ല. ബിസിനസ് ഒരു പാർട്ട് ടൈം ജോലിയായിട്ട് ചെയ്യാവുന്ന സംഭവമല്ല. ജോബ് ക്യാൻ ബി എ പാർട്ട് ടൈം. ലേണിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ടിൽ യു ഡൈ. നമസ്കാരം. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് എതിരാളികളെക്കാൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഉപഭോക്താവിനെയാണ്. പറഞ്ഞിരിക്കുന്നത് ആലിബാബയുടെ സ്ഥാപകനായ ജാക്ക് മായാണ്. ഇപ്പോൾ ഉപഭോക്താവിനാണ് പ്രാധാന്യം എന്ന് ചിന്തിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് ഇന്നത്തെ വാല്യൂ പ്ലസിന്റെ അതിഥി, പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ. സ്വാഗതം വാല്യൂ പ്ലസിലേക്ക്. ഒരു കെമിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. തിരുവനന്തപുരം ടൈറ്റാനിയത്തിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അതിനുശേഷം ഏറ്റവും വലിയ എണ്ണ കമ്പനികളിലൊന്നായ അരാംകോയിൽ ജോലി ചെയ്തു. അപ്പോൾ ഒരു കെമിക്കൽ എഞ്ചിനീയറും ബിസിനസ്സുമായിട്ട് അങ്ങനെ നമുക്ക് ആ ഒരു റെയർ കോമ്പിനേഷനാണ്. എങ്ങനെയാണ് ആ ബിസിനസ്സിലേക്ക് വന്നത്? ഇൻഫാക്ട് ഒരു ആക്സിഡൻ്റ് എന്നോ അല്ലെങ്കിൽ ഒരു നിമിത്തം എന്നൊക്കെ പറയാം. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് FICTയിലും ട്രാവൻകൂർ സിമൻസിലും വർക്ക് ചെയ്തു, എഞ്ചിനീയറിംഗിൻ്റെ പാർട്ടായിട്ട്. അത് കഴിഞ്ഞിട്ട് ടൈറ്റാനിയത്തിലൊരു 4 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷം അരാംകോയിൽ പോയി. അരാംകോയിൽ പല പൊസിഷനിൽ നിന്ന് ഒരു വളരെ സീനിയർ എഞ്ചിനീയറായിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഏതോ ഒരു കോൾ കൊണ്ട് ജോലി രാജിവെക്കണമെന്ന് തോന്നി. ഫാമിലിയായിട്ട് അവിടെയായിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ നാട്ടിൽ പേരൻസിൻ്റെ കൂടെ ആകാം. ഒരു ഫാമിലി മാനാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ പേരൻസ് പറഞ്ഞു വൈ ഡോണ്ട് യു ലീവ് വിത്ത് അസ് ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും ജോലി രാജിവെച്ച് വന്നു. ചെറിയ രീതിയിൽ എൻഗേജ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബിസിനസ് തുടങ്ങിയത്. വളരെ യാദൃശ്യം. സത്യം പറഞ്ഞാൽ ഈ കെമിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നൊരു ഇൻഡസ്ട്രി തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്താൽ വന്നു. ഒരു ഡൈ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഓളിയോ റെസിൻ്റെ ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടി. അപ്പോൾ ലാൻഡൊക്കെ വാങ്ങിയിട്ടു, കുറച്ച് പൈസയൊക്കെ ആയിട്ട് വന്ന് ഇവിടെ വന്നപ്പോൾ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള എല്ലാവരും എന്നെ അഡ്വൈസ് ചെയ്തു, ഡോണ്ട് ഗോ ഫോർ ഇൻഡസ്ട്രി, ഉണ്ടാക്കിയ കാശ് മുഴുവൻ പോവും, എത്രയും പെട്ടെന്ന് തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ അത് വരാതിരിക്കാൻ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്യുമ്പോൾ എൻ്റെ ബോസൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഒരു ഇന്ത്യക്കാരന് കിട്ടാവുന്നതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ജോബ് യു ഹാവ് ഗോട്ട്. നല്ല പ്രൊഫൈൽ, നല്ല പൊസിഷൻ, എല്ലാ സൗകര്യങ്ങളും, പെർസൊക്കെ. ഇത് കളഞ്ഞേച്ച് പോകുന്നതിന് നീ റിപ്പൻറ്റ് ചെയ്യും. ബിക്കോസ് ഐ ഹാഡ് ടു ഫൈൻഡ് എ റീപ്ലേസ്മെൻറ്റ് ഫോർ മീ. ഒരു ടെക്നിക്കൽ അവരും നല്ല രീതിയിൽ നല്ല റേറ്റിംഗ് തന്ന് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ റിസൈൻ ചെയ്തത്. യു വിൽ റിപ്പൻറ്റ് ഓൺ ദി ഡിസിഷൻ എന്ന് എനിക്ക് സെൻഡ് ഓഫ് പാർട്ടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നോ ഐ വിൽ ഫൈൻഡ് സം വേ ടു ലീവ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വന്ന് ഇനി രണ്ടാമത് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും. അപ്പോൾ എല്ലാവരും കൂടെ ഇൻഡസ്ട്രിയെ ഡിസ്കറേജ് ചെയ്തപ്പോൾ ഞാൻ ഐ വാണ്ട് ടു എൻഗേജ് മൈസെൽഫ്. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫണ്ടിൻ്റെ ഒരു പോർഷൻ മാത്രം എടുത്ത് ബിസിനസ് തുടങ്ങി. 1/3 പറ്റുള്ളൂ. പിന്നെ ഇൻഡസ്ട്രി തുടങ്ങാൻ വന്നിരുന്ന ലാൻഡിൽ റബ്ബർ പ്ലാന്റേഷൻ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് പൊസിഷൻ കുറേ കൂടെ സേഫാക്കി എന്നെ തന്നെ എൻഗേജ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബിസിനസ് തുടങ്ങിയത്. അന്ന് എമർജിങ് ഇൻഡസ്ട്രി ബിസിനസ്സുകളിലൊന്നാണ് ഇലക്ട്രോണിക് ബിസിനസ്. കാരണം 90 1989 പ്ലാൻ ചെയ്ത് 90 ടി വിയും ഫ്രിഡ്ജൊക്കെ ആയി വരണേ ഉള്ളൂ. AC ഒന്നും ഇവിടെ ഇല്ല. ഞങ്ങൾ കുറച്ച് പേര് കൊണ്ടുവന്ന AC അല്ലാതെ നാട്ടിൽ AC ഇല്ല. അപ്പോൾ എമർജിങ് ബിസിനസ്സുകളുടെ രീതിയിൽ എൻഗേജ് ചെയ്ത് തുടങ്ങിയതാണ്. ഇൻസിഡൻ്റലി അതിനോടൊരു പാഷൻ, ഒരു പക്ഷേ എനിക്ക് എന്തും വർക്ക് ചെയ്യുന്നതിനോട് പാഷനുള്ളതാണ്. ഏത് ജോബ് ആയാലും ഞാൻ മാക്സിമം വർക്ക് ചെയ്യാൻ എൻജോയ് ചെയ്യുന്നതാണ് ജോലി. ആ ജോലിയുടെ ഭാഗമായിട്ട് കമ്മിറ്റഡായിട്ട് സിൻസിയറായിട്ട് വർക്ക് ചെയ്തപ്പോൾ ബിസിനസ്സും വളർന്നു. അതാണ് അതിൻ്റെ സത്യം. അപ്പം ഞാൻ ഈ തുടക്കത്തിൽ ജാഗ്മായുടെ കോട്ട് കൊണ്ടാണല്ലോ തുടങ്ങിയത്. അപ്പോൾ ജാഗ്മായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചൈനയിൽ നിന്നുള്ള സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അവിചാരിതമായ ഒരു സാഹചര്യത്തിൽ ഇതേപോലെ തന്നെ അമേരിക്കയിൽ പോകുന്നു. അവിടെ കമ്പ്യൂട്ടർ ആദ്യമായി കാണുന്നു. അത് തിരികെ വന്ന ഒരു ഇംഗ്ലീഷ് ഭാഷാ അധ്യാപകനായി കഴിയുമ്പോഴാണ് 45-ാമത്തെ വയസ്സിൽ ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ പലരും പലപ്പോഴും പറയാറുണ്ട്, ബിസിനസ്സിലേക്ക് വരുന്നത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ തന്നെ വരണം. ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ 40കളിലൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ 35 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ. അപ്പോൾ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് ഒരു ഏജ് ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ആ കാര്യത്തിൽ എനിക്ക് ഒട്ടും വിശ്വസിച്ചില്ല. ആര് ചോദിക്കുന്നു? ഇപ്പോൾ നമ്മൾ നായർ സാറ് ലീലായുടെ 64-ാമത്തെ വയസ്സിലാണ് തുടങ്ങി. എത്രയോ പേര് KFCയുടെ ആളുകൾ, എത്രയോ പേര് ലേറ്റായിട്ട് തുടങ്ങി. ബിസിനസ്സിന് ഒരു ഏജൊന്നുമില്ല. ബിസിനസ് വളരണമെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് വേണം. സിൻസിയറിറ്റി, കമ്മിറ്റ്മെൻറ്റ്, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള പ്രിപ്പയർനെസ്, സ്ട്രേറ്റ് ഫോർവേഡ്നെസ്. നമ്മുടെ കസ്റ്റമർ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി തന്നെ നമ്മുടെ ഉപഭോക്താവിനെ വേണ്ട രീതിയിൽ സെർവ് ചെയ്യാനുള്ള മൈൻഡ് വേണം. അതിന് ഒത്തിരി ത്യാഗങ്ങൾ വേണ്ടി വരും. ആ സാക്രിഫൈസ് എടുക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. ഏത് പ്രായത്തിലും ബിസിനസ് തുടങ്ങാം, ബിസിനസ് വളർത്താം. വളർന്നു വന്നിട്ടുള്ള 90% ബിസിനസ്സുകളുടെയും ചരിത്രം ഇത് തന്നെയാണ്. അതിന് ഏജ് നോക്കിയിട്ടല്ല. അതുകൊണ്ട് അതിൽ ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല.
അപ്പൊ പലപ്പോഴും ഈ ജാക്മാ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ജീവനക്കാരന് കാൾ വിഷൻ അല്ലെങ്കിൽ ദർശനം വേണം ഒരു ബിസിനസ്സുകാരന്. കാരണം ഒരു ജീവനക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് റോളാണ്, അദ്ദേഹത്തിന്റെ ജോലി മാത്രം ചെയ്തു പോയാൽ മതി. പക്ഷെ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു 360 ഡിഗ്രിയിൽ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ജീവനക്കാരനിൽ നിന്ന് ഒരു ബിസിനസ്സുകാരനാകുമ്പോൾ നമ്മൾ കുറേ മാറാൻ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ ചില വെല്ലുവിളികൾ മാറാനുണ്ട്. പക്ഷെ ജീവനക്കാർക്കും അങ്ങനെ ആകാം. ഞാൻ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, ഞാനൊരു ജീവനക്കാരനായിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആയിരിക്കുമ്പോഴും ഒരു എഞ്ചിനീയർ ആയിരിക്കുമ്പോഴും എൻ്റെ അസൈൻഡ് ഡ്യൂട്ടിയേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചിരുന്ന ആളാണ്. എനിക്ക് അതുകൊണ്ട് തന്നെയാണ് അരാംകോയിൽ തന്നെ 7 പ്രൊമോഷൻ കിട്ടി. കാരണം എന്നോട് ഏൽപ്പിച്ച ജോലി ചെയ്യാനാണെങ്കിൽ അത് ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ജോലിയേക്കാൾ കൂടുതൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും, എൻ്റെ സമയത്തെ, എൻ്റെ അവസരത്തെ എന്തുമാത്രം ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് പറയുക. അത് ബിസിനസ്സിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കമ്മിറ്റഡ് ആകണം. 360 ഡിഗ്രി ആംഗിൾ നമ്മൾ വാച്ച് ചെയ്യണം. നമ്മൾ വളരെ ഇൻവോൾവ് ചെയ്തേ പറ്റൂ. മറ്റേത് നമ്മൾ അത്രയും വേണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഏത് തൊഴിലാണെങ്കിലും പൂർണ്ണമായി ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ ആ വ്യക്തി വളർന്നിരിക്കും. അതിന് ബിസിനസ് ഒരു ലിമിറ്റേഷനൊന്നുമല്ല, അല്ലെങ്കിൽ ജോലി ഒരു ലിമിറ്റേഷനല്ല. ജോലി ചെയ്ത പലരും ബിസിനസ് വരുന്നത് അവർക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്കോപ്പ് കൂടുതലുണ്ട്. ആ അറ്റ്മോസ്ഫിയർ വളർച്ചയ്ക്ക് പരിമിതി വയ്ക്കുന്നുണ്ടെന്നൊരു ഒരു സത്യം തന്നെ. ഒരു ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലോ വർക്ക് ചെയ്യും, ആ ഓർഗനൈസേഷൻ വളരുന്നതിനൊപ്പേ അവർക്ക് വളരാൻ കഴിയുള്ളൂ. അത് നമ്മൾ ഓർഗനൈസേഷൻ പുറത്ത് ചാടിയാൽ ഓർഗനൈസേഷൻ വളർന്നേക്കാൾ 10 മടങ്ങ് വളരാനുള്ള കഴിവുണ്ട് ആ ഇച്ഛാശക്തി ഉള്ളിലുള്ള ആൾക്ക്. ഈ ജോലി ചെയ്ത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ എന്തായാലും കുറേ വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും, കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ആ എക്സ്പീരിയൻസ്, ഒരു ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രെയിനിങ്, അത് ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും ബിസിനസ്സിൽ സഹായിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഇപ്പോൾ ഈ ബിസിനസ് വളർത്തി ഇന്നിപ്പോൾ ഇത്രയധികം 1000-1400 സ്റ്റാഫുകളുണ്ട്, 75 ഷോറൂമുണ്ട്. ഇത് ഓരോ സ്റ്റേജ് വളരുമ്പോഴും ഞാൻ അരാംകോയിൽ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്തിപ്പോൾ കിട്ടിയിരുന്ന പൊസിഷൻ, അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ്, എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഓർഗനൈസേഷനിൽ സിസ്റ്റം കൊണ്ടുവരുന്നതും ഓരോ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലും ഞാൻ വർക്ക് ചെയ്തിരുന്നൊരു നല്ല കമ്പനിയുടെ ആ സിസ്റ്റത്തിൽ നന്മയെല്ലാം ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ആരായാലും ഏത് കാര്യത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഡെഡിക്കേറ്റ്, അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് സിൻസിയറായിട്ട് വർക്ക് ചെയ്താൽ ദർ വിൽ ലോട്ട് ഓഫ് ടേക്ക് അവേ ഫ്രം എനി ജോബ് യു ആർ. ഈവൻ വി ആർ ലേണിംഗ് എവറി ഡേ. ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ ഈ ഇൻ്റർവ്യൂവിൽ വരുമ്പോൾ പോലും ഐ എം ലേണിംഗ് ഹൗ പീപ്പിൾ ആർ റിയാക്ടിങ് ടു ദിസ്. അപ്പോൾ അതുകൊണ്ട് ഓരോ സന്ദർഭവും നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കും. അതിൽ നിന്ന് പലതും നമുക്ക് ഭാവിയിലേക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. അതുതന്നെയാണ് ജോലി ചെയ്തിരുന്നപ്പോഴും ബിസിനസ് തുടങ്ങിയപ്പോൾ ഉള്ളതിനേക്കാൾ വളരെ വലുതായി. ഞാൻ ഇത്രയും വലിയൊരു ഓർഗനൈസേഷൻ ബിൽഡപ്പ് ചെയ്യണമെന്നൊന്നും ഒരു പ്ലാൻ ഉണ്ടായില്ല തുടങ്ങിയപ്പോൾ. എന്നെ തന്നെ എൻഗേജ് ചെയ്യാമെന്നുള്ളതായിരുന്നു. പക്ഷേ ബേസിക്കലി എനിക്ക് അങ്ങനെ ഐഡിയൽ ചെയ്തിരിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് അവസരങ്ങളൊന്നും തട്ടിക്കളയാതെ കൂടുതൽ എടുത്തിരുന്നു. അതാണ് ഇപ്പോൾ ഈ നിലയിലെത്താൻ കാര്യം. നമ്മൾ പഴയ കാലത്ത് ഒരു 20-21 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 22 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് PG കംപ്ലീറ്റ് ചെയ്യും, പിന്നെ ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു പഠനം അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലൊന്ന് അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ അധികം ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഓരോ ദിവസവും ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ബ്രെയിനിനെ ഒന്ന് വെല്ലുവിളിക്കുകയും പുതിയ അറിവുകൾ നേടുകയും ചെയ്യുന്നത് ശരിക്കും നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഒക്കെ ഒരുപാട് സഹായിക്കും. അപ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സിനോട് അങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കാറുണ്ടോ? അല്ല, ആദ്യകാലത്ത് ഈ യങ്സ്റ്റേഴ്സിന് ഇങ്ങനെ ഒരു ടാലൻറ്റ് ഉണ്ടായില്ല. ഏതെങ്കിലും ജോലി കിട്ടിയാൽ ഒരു 90% ആളുകളും ആ ജോലിയിൽ കണ്ടന്റഡായിട്ട് അതിൽ നിന്ന് കിട്ട വരുമാനം കൊണ്ട് കംഫർട്ടബിളായിട്ട് ജീവിക്കുക. കംഫർട്ട് അന്വേഷിച്ച് പോകുന്നതിന് ഒരിക്കലും വളരാൻ കഴിയില്ല. അപ്പം നമ്മൾ ചലഞ്ചസ് എടുക്കാൻ വേണം. ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചുകൂടെ മാറ്റമുണ്ട്. ഞാൻ തന്നെ കാണുന്ന പുതിയ ജനറേഷൻ പലപ്പോഴും ഒരു ജോലിയിൽ തൃപ്തരല്ല. നല്ല റിട്ടേൺ കിട്ടുന്ന ജോലിയാണെങ്കിൽ കുറച്ച് കാലം വർക്ക് ചെയ്യുമ്പോൾ ബോറടിച്ചിട്ട് വേറെ ജോലിക്കും അതിനേക്കാൾ പകുതി റിട്ടേണിലേക്ക് പോകാൻ തയ്യാറാണ്. പിന്നെ ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ പഠിക്കുന്ന ഒത്തിരി പേരുണ്ട്. പലരും ജോബിൻ്റെ പാർട്ടായിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ പ്രൊഫഷനൊക്കെ ആണെങ്കിൽ അൺഎൻഡിങ് സ്റ്റഡീസാണ്. എൻ്റെ മക്കൾ ഡോക്ടേഴ്സാണ്. അവരെല്ലാം ഇപ്പോഴും പഠിക്കുക. ഓരോ ഡിഗ്രി കഴിയുന്നവരും പഠിച്ചു. കുട്ടികളെ ഇപ്പോഴും ഞാൻ പരീക്ഷ എഴുതാൻ പോണു. ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിന് MRCP, RCS അങ്ങോട്ട്. അതുകൊണ്ട് ലേണിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ടിൽ യു ഡൈ. അതാണ് എൻ്റെ അഭിപ്രായം. ഈ പിട്ടാപ്പള്ളിയിൽ തുടങ്ങുന്നത് 90s-ലാണല്ലോ. അപ്പൊ നമ്മൾ ഈ 90-കളിലെ കുട്ടികളെ ജെൻസി എന്നാ വിളിക്കുന്നത്. അപ്പൊ ഈ ജെൻസിയിൽ വരുന്ന അല്ലെങ്കിൽ ജെൻസി കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു ബിസിനസ്സാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അവരോടൊപ്പം വളർന്ന ഒരു ബിസിനസ്സാണ്. മാത്രമല്ല ഗൃഹോപകരണങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് ചില പ്രത്യേകതയുണ്ട്. അപ്പൊ എത്തരത്തിലൊരു ബിസിനസ്സിലേക്ക് വരുമ്പം അതിന് മുൻപ് കുറച്ച് സ്റ്റഡിയൊക്കെ നടത്തിയിരുന്നത് മാർക്കറ്റ് എങ്ങനെയായിരിക്കും. മാത്രമല്ല ഒരു മോഡല് പെട്ടെന്നാണ് അത് ഔട്ട്ഡേറ്റഡ് ആവുന്നത്. അപ്പൊ അത്തരത്തിലൊരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ 1990-ലാണ് തുടങ്ങുന്നത്. അന്ന്
ഈ ബിസിനസ് ഒരു വെർജിൻ മാർക്കറ്റാണ് ഒരു പരിധി വരെ. ഞങ്ങളുടെ ഹോം അപ്ലയൻസ് എന്ന് പറഞ്ഞൊരു പലർക്കും ഒരു ആസ്പിറേഷൻസൊക്കെ ആവണേ ഉള്ളൂ. വളരെ വെൽ ടു ഡു എബോവ് ആവറേജ് അപ്പർ മിഡിൽ ക്ലാസ് മാത്രം നോക്കിയിരുന്ന സംഭവം. നമ്മൾ 86 മറ്റേ ഏഷ്യൻ ഗെയിംസ് ഡൽഹിയിൽ നടത്തിയപ്പോൾ ആണ് ഇതിന് കുറച്ച് പോപ്പുലാരിറ്റി. അന്ന് ടി വി ആണ് മെയിൻ കമ്പോണൻറ്റ്. ടി വി സെയിൽ നിന്ന് ടി വി കടാന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. കാരണം 90കളിലൊക്കെ. അത് കഴിഞ്ഞ് നമ്മളിതിൻ്റെ എക്സ്പാൻഷൻസ് ഒന്നും ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നു. ടെക്നോളജി മാറുന്നതിനനുസരിച്ച് ഒപ്പം മാറിയിട്ടുള്ള ട്രേഡ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഡീലേഴ്സാണ് വളർന്നിട്ടുള്ളൂ. പണ്ടത്തെ CRT പെട്ടിമാരിരുന്ന ടി വി ഞങ്ങൾ ഒത്തിരി വിറ്റിട്ടുണ്ട്. അത് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. 90 89 തുടങ്ങി 90 ആദ്യത്തെ 93 94 വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വികളുണ്ടായിരുന്നു. കളർ ടി വി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്ഷറി ആയിരുന്നു. അത് കഴിഞ്ഞ് കളർ ടി വി വന്നു, LCD വന്നു, LED വന്നു, OLED വന്നു. അപ്പോൾ ആ ഗ്രോത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ടെക്നോളജിയിൽ വരുന്ന മാറ്റം നമ്മൾ അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അപ്പോൾ ആ അപ്ഡേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇന്നത്തെ ബിസിനസ്സുകാരായാലും സ്റ്റുഡൻസ് ആയാലും വർക്ക് ഫോഴ്സ് ആണെങ്കിലും എപ്പോഴും അപ്ഡേറ്റ് ചെയ്യും. ഇന്നിപ്പോൾ ദൈവം അനുഗ്രഹിച്ച് പണ്ടത്തെ അപേക്ഷിച്ച് വളരെ എളുപ്പമാണ്. ഗൂഗിൾ സെർച്ച് ചെയ്താൽ അപ്ഡേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എല്ലാവരുടെയും കയ്യിൽ തന്നെ അപ്ഡേഷൻ ടൂളുണ്ട്. പണ്ട് അങ്ങനെയല്ല, നമ്മൾ സെർച്ച് ചെയ്യണം എന്താണ് ലോകത്ത് നടക്കുന്നത്, എന്ത് മാറ്റങ്ങളാണ് വരുന്നത്, അതനുസരിച്ച് നമ്മൾ മാറാൻ എന്താ ചെയ്യേണ്ടത്. ഈ ഒരു അപ്ഡേഷൻ പണ്ട് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ എളുപ്പമാണ്. ഇന്നത്തെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം, ഇന്നത്തെ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓണ്ടർപ്രണർഷിപ്പ് ആണെങ്കിലും ഒരു ടെക്നോളജി കൂടി വളരെ വളരെ പെട്ടെന്ന് വളരാൻ കഴിയും. അതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അങ്ങ് പറഞ്ഞ ഈ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. കാരണം കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് വരുന്നു, നല്ല നല്ല പ്രോഡക്ട്സ് കിട്ടുന്നു എന്ന് പറഞ്ഞാലും അതിനകത്ത് നമ്മൾ അത്രയും സ്കിൽഡ് അല്ലെങ്കിൽ നമുക്ക് പാളിച്ച വരാനും സാധ്യതയുണ്ട്. നമുക്കറിയാം പണ്ട് ഈ പറയുന്ന പോലെ ടേപ്പ് റെക്കോർഡർ, അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡർ, ഈ സാധനങ്ങളൊന്നും ഇന്ന് മാർക്കറ്റിലില്ല. ഇപ്പോൾ ആപ്പിൾ വിഷൻ പ്രോയുടെ ഒക്കെ കാലമാണ്. അപ്പോൾ നമ്മൾ വെറുതെ നമുക്കൊരു TV പോലും വേണ്ട, ഈ നമ്മുടെ അതെ. അപ്പോൾ ഇത് നമ്മുടെ സമൂഹം ഒരു മിക്സാണ്. അപ്പോൾ ഇന്നും പഴയ TV വെക്കുന്ന കടയുണ്ട്, മൊബൈല് പഴയ സാധാരണ മൊബൈൽ, അതായത് സ്മാർട്ട് ഫോൺ അല്ലാത്ത മൊബൈൽ ഉപയോഗിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് സമൂഹത്തിൻ്റെ ഓരോ സ്ട്രാറ്റയിൽ കൂടെ പോകുമ്പോൾ എന്നും ദർ ഇസ് എ ഗ്യാപ്പ് ഫോർ എവരിവൺ. ഓൺലി തിങ് ടൈമിലി നമ്മൾ കറക്റ്റ് ചെയ്യുക എന്നുള്ള. ഇതെല്ലാം തീരുന്നവരെ പുതിയത് അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നതിനാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ ഞങ്ങൾ പുതിയ ടെക്നോളജി വരുമ്പോൾ ഇപ്പോൾ ഈ ഗൂഗിൾ വെബ് ബേസ്ഡ് TVs വരുന്നു, അല്ലെങ്കിൽ പുതിയ മോഡൽ റെഫ്രിജറേറ്റർ വരുന്നു, പുതിയ മോഡൽ എയർ കണ്ടീഷൻസ് വരുന്നു. അപ്പോൾ ആ മാറ്റങ്ങൾ ഞങ്ങൾ പഴയതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുക. പഴയത് വേണ്ടവർക്ക് പഴയത് കൊടുക്കുക, അതോടൊപ്പം പുതിയത് അപ്ഗ്രേഡ് ചെയ്യും. തീർച്ചയായിട്ടും അഫോർഡബിലിറ്റി ഒരു വലിയ കൺസേണാണ്. അപ്പോൾ പുതിയത് പഴയതാകുമ്പോൾ അതിൻ്റെ വില കുറയുന്നതുകൊണ്ട് അടുത്ത ലെവലിലുള്ളവർക്ക് അത് അഫോർഡബിൾ ആവുക. ഇപ്പോൾ ഉദാഹരണത്തിന് ആപ്പിളിൻ്റെ ഫോൺ ലോഞ്ച് ചെയ്യുന്നതിനേക്കാളും ഒരു 6 മാസം കഴിയുമ്പോഴേക്കും അതിൻ്റെ വില 30,000-40,000 ഡ്രോപ്പ് ആവും. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വേണമെന്ന് ഇല്ലാത്തവർക്ക് ഇത്രയും ഡ്രോപ്പ് കിട്ടുക. അതുപോലെ തന്നെ ഓരോ പ്രോഡക്റ്റ്. അപ്പോൾ ഈ അപ്ഡേഷൻ വരുമ്പോഴും മറ്റു സാധനങ്ങൾ ഔട്ട്ഡേറ്റ് ആവുന്നില്ല. പക്ഷേ കൺസേൺ വേണ്ടതെന്ന് വെച്ചാൽ ഇത് നടത്തുന്ന ആൾ അലേർട്ടായിരിക്കണം. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഫീൽഡ്, അവൻ്റെ ഇൻവെൻട്രിയെക്കുറിച്ചും ആ ടെക്നോളജിയിലെ കസ്റ്റമറിനെ കുറിച്ചും ആ കസ്റ്റമറുടെ പൊട്ടൻഷ്യലിനെ കുറിച്ച് പഠിച്ച് അതനുസരിച്ചിട്ടായിരിക്കണം അവൻ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ഇൻവെൻട്രി ഹോൾഡ് ചെയ്യുമ്പോൾ ഈ പ്രോഡക്റ്റ് ഒരു 2 വർഷം കൂടെ കഴിയുമ്പോഴേക്കും തീർത്തില്ലാണ്ടാവും എന്ന് പറയുമ്പോൾ അതനുസരിച്ച് അവൻ ഇൻവെൻട്രി പ്ലാൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ബിസിനസ് നിൽക്കുന്ന ഒരാൾ അവൻ്റെ 100% ഡെഡിക്കേഷൻ ആ ബിസിനസ്സിൽ തന്നെ കൊണ്ടുവരണം. ബിസിനസ് ഒരു പാർട്ട് ടൈം ജോലിയായിട്ട് ചെയ്യാവുന്ന സംഭവമല്ല. ജോബ് ക്യാൻ ബി എ പാർട്ട് ടൈം ജോലികൾ പലതും ചെയ്യും. പക്ഷേ ബിസിനസ് ഇറങ്ങിയാൽ യു ഹാവ് ടു ഡെഡിക്കേറ്റ് യുവർ സെൽഫ് ഫുള്ളി ഇൻ ടു ബിസിനസ്. ഏതെങ്കിലും ബിസിനസ്സുകാർ തകർന്നു പോകുന്നുണ്ടെങ്കിൽ അവർ ബിസിനസ്സിനെ ഫുൾ ടൈം ജോബായിട്ട് കാണുന്നില്ലാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ സ്റ്റോക്കിന്റെ കാര്യത്തിലൊക്കെ നല്ല കൺസേൺ വേണം, നല്ല അറിവ് വേണം, അലേർട്ട് ആയിരിക്കണം. പക്ഷേ ഈ പറയുന്ന അപ്ഗ്രേഡേഷൻ അല്ലാതെ മാർക്കറ്റിൽ നിന്ന് തന്നെ ഔട്ടായ പ്രോഡക്ട്സ് ഉണ്ട്. നമ്മുടെ ടേപ്പ് റെക്കോർഡർ, കാസറ്റുകള്, VCPകള്, VCRകള്. അപ്പൊ അങ്ങനെ ചില സാധനങ്ങൾ നമ്മുടെ ഉപയോഗത്തിൽ തന്നെ ഇല്ലാതായി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ട്? ഈ പ്രോഡക്റ്റുകളൊക്കെ ഞങ്ങൾ വിറ്റിട്ടുള്ളതാണ്. അതെ, പണ്ടത്തെ CRT TV, ടേപ്പ് റെക്കോർഡർ, VCR, VCP ഒക്കെ ഞങ്ങൾ സെയിലായിട്ടുള്ള. പക്ഷേ ഇത് ഔട്ട്ഡേറ്റഡ് ആവുന്നതെന്ന് കാണുമോ നമ്മൾ ടെക്നോളജി? ഞങ്ങളതിൻ്റെ ഇൻവെൻട്രി കുറയ്ക്കും, പർച്ചേസ് കുറയ്ക്കും. അവസാനമൊക്കെ ആകുമ്പോൾ നീഡ് ബേസ്ഡേ പർച്ചേസ് ചെയ്യുള്ളൂ. കസ്റ്റമർ എനിക്കൊരു പഴയ VCR കിട്ടാമോ എന്ന് ചോദിച്ചാൽ കമ്പനിയിലുണ്ടെങ്കിൽ എടുത്ത് കൊടുക്കുള്ളൂ. എന്നാൽ നല്ല ലാഭത്തിന് കിട്ടിയാൽ പോലും 10 രൂപ എടുത്ത് വയ്ക്കില്ല. കാരണം വെച്ചാൽ ആ മാർക്കറ്റ് 500-600 തരുമ്പോൾ ചിലപ്പോൾ കുറച്ച് വരാൻ ലിക്വിഡേഷൻ പ്രൈസൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ആ റിസ്ക് എടുക്കില്ല. കാരണം അതിന് റിസ്ക് ഉണ്ട്. ഈ ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ സാധനം നമുക്ക് സ്ക്രാപ്പ് ചെയ്യാനേ പറ്റുള്ളൂ.
അങ്ങനെ വന്ന അനുഭവങ്ങളുണ്ട്. വാല്യൂ പ്രോഡക്റ്റ്സ് അല്ല, ചെറിയ വാല്യൂ ഉള്ള പ്രോഡക്റ്റ് ഞങ്ങൾ അത്രയും കൺസേൺ ഉണ്ടാവാറില്ല, പ്രോഡക്റ്റിൻ്റെ വാല്യൂ നോക്കിയിട്ട്. അങ്ങനെ വരുന്നതുകൊണ്ട് ഔട്ട്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ സ്ക്രാപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ബൈ ആൻഡ് ലാർജ് നമ്മുടെ ഇൻവെൻട്രി, നമ്മുടെ ഫണ്ട് എവിടെയാണ് നിൽക്കുന്നത് അതനുസരിച്ച് കൂടുതൽ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു കൺസേൺ വരാത്തത് ഇതുവരെ. ഈ പഴയ കാലത്തെയൊക്കെ അപേക്ഷിച്ചിട്ട് ഈ അപ്ഡേഷൻ വരുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ്. ഇപ്പോൾ മൊബൈൽ ഫോൺ ആണെങ്കിൽ തന്നെ പണ്ട് ഒരു മോഡൽ ഇറക്കി 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും വേറൊരെണ്ണം വരുന്നത്. നമുക്കറിയാം, നമ്മൾ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിൽ നിന്ന് മാറി മാറി വന്ന ആ ഒരു ട്രാൻസിഷൻ. പക്ഷേ ഇപ്പോൾ ഓരോ 6 മാസം കൂടുമ്പോഴും ഒക്കെ പുതിയ മോഡലുകൾ വരുന്നു. അതേപോലെ തന്നെയാണ് ടെലിവിഷൻ സെറ്റുകളുടെയും ഫ്രിഡ്ജിന്റെയും ഒക്കെ കാര്യം. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലവുമാണ്, ചാറ്റ് GPT അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി ഒരു 20 വർഷം എന്ന് പറയുമ്പോൾ ടെക്നോളജി അത്രയധികം മാറുമ്പോൾ എത്രമാത്രം തയ്യാറെടുപ്പ് ഉണ്ട് പിട്ടാപ്പള്ളിയിൽ? ഒരു 20 വർഷത്തേക്കൊന്നും ഞങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്. ഞങ്ങളൊരു അടുത്തൊരു 5 വർഷം വരെ ഈ ട്രേഡിൻ്റെ എന്തുമാത്രം പോർഷൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കുന്നില്ല. 5 ഇയേഴ്സ് കൊണ്ട് ഇത് ടോട്ടൽ ചിലപ്പോൾ ചേഞ്ച് ആവാം. അപ്പോൾ ഇതിനൊരു ട്രാൻസിഷൻ പണ്ടത്തെ അപേക്ഷിച്ച് വളരെ ഫാസ്റ്റാണ്. ടെക്നോളജിയുടെ ട്രാൻസിഷനും കസ്റ്റമറുടെ ബിഹേവിയറും അതുപോലെ പ്രോഡക്റ്റിൻ്റെ ആപ്റ്റിറ്റ്യൂഡ്, ഈവൻ യൂസേജും ഭയങ്കര മാറ്റമായി. പണ്ട് ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും ഇന്ന് വേണ്ടല്ലോ. പണ്ട് ക്യാമറകൾ വിറ്റിരുന്നു, ഇന്നിപ്പോൾ ക്യാമറ ആരും വാങ്ങാനില്ല. നോർമൽ ഡൊമസ്റ്റിക് ക്യാമറാസിൻ്റെ ആവശ്യമില്ല, ആരും മൊബൈൽ ക്യാമറ അതിനേക്കാൾ ബെറ്ററായിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ ഫേസ് ഔട്ട് ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ക്യാമറാസ് കുറച്ച് കൊണ്ടുവന്ന് നിപ്പോണിൻ്റെ വലിയ വലിയ ബ്രാൻഡുകളുടെ ക്യാമറ നന്നായി വിറ്റിരുന്ന സോണിയിലേക്ക് അത് ഫേസ് ഔട്ട് ചെയ്ത് മാനുഫാക്ചേഴ്സും അതനുസരിച്ച് മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് കൊണ്ടുവരും. അപ്പോൾ ഇനി വരുന്ന കാലം, ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ചാറ്റ് GPT ഒക്കെ വരുമ്പോഴേക്കും ഭയങ്കര മാറ്റം ഞങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഞങ്ങൾ മൂവ് ചെയ്യുന്ന വിചാരിക്കുന്നത്. ഇപ്പോൾ റോബോട്ട് ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ സെയിൽസ്മാൻ വേറെ റോബോട്ട് ആക്കുന്നില്ല, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതന്നെ, പ്രോഡക്റ്റ് വെക്കുന്നതന്നെ, കസ്റ്റമറെ ഷോപ്പിൽ കയറുമ്പോൾ തന്നെ ആ കസ്റ്റമറെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ കൗണ്ടറിൽ കിട്ടുന്ന സംവിധാനം ഇപ്പോൾ തന്നെ ഉണ്ട്. ഞങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങിയുള്ള ഒരു കോസ്റ്റ് വരുന്നത്. ഇപ്പോൾ കസ്റ്റമറെ ക്യാമറ ഫേസ് ചെയ്താൽ ആ കസ്റ്റമർ എല്ലാവരും മൊബൈൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമർ ആരാണ്, ഏതെല്ലാം ടൈപ്പ് പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത്, ഏത് പ്രോഡക്റ്റ് പിൻ ചെയ്യാൻ പറ്റുമോ കസ്റ്റമറെ അടുത്ത്, അതിനുള്ള ടെക്നോളജി വന്നുകൊണ്ടിരിക്കുക. ഡെഫിനറ്റ്ലി 2-3 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ നമ്മൾ ഒരു കസ്റ്റമർ എന്താണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന്, സാറ് ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കാൻ വന്നതാണ് അല്ലേന്ന് അങ്ങോട്ട് ചോദിക്കാൻ പറ്റും. കാരണം അവിടുത്തെ ഇരിക്കുന്ന ഫ്രിഡ്ജ് വീക്കായി തുടങ്ങി, 5 വർഷം മുമ്പ് വാങ്ങിയതാണ്, 8 വർഷം വാങ്ങിയതാണെന്ന് സിസ്റ്റം നമ്മളോട് പറയും, ടെക്നോളജി നമ്മളടുത്ത് പറയും. അപ്പോൾ ആ ഒരു ചേഞ്ച് വരുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയാം. പിന്നെ സെയിൽസ്മാൻഷിപ്പിലും അതുപോലെ മാറ്റങ്ങൾ വരും, കസ്റ്റമറുടെ ബിഹേവിയറിൽ ഭയങ്കര മാറ്റങ്ങൾ വരും. ഈ മാറ്റങ്ങൾ വരുന്ന മുറയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാനാണ് പിട്ടാപ്പിളി തയ്യാറാവുന്നത്. പിട്ടാപ്പിളി എന്നും ഓപ്പണാണ്, ടെക്നോളജി അക്സെപ്റ്റ് ചെയ്യാൻ ഓപ്പണാണ്. സിസ്റ്റത്തിൽ വരുന്ന ഓരോ ചേഞ്ചസും ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യും. പക്ഷേ വിൽ നോട്ട് ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു ഡു ദാറ്റ്. കാരണം ഫസ്റ്റ് മൂവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ പോലും അതിനൊത്തിരി കോസ്റ്റ് ഇൻവോൾവ്. ഞാൻ ആദ്യത്തെ LED 1 ലക്ഷം രൂപയ്ക്ക് 32 ഇഞ്ച് LCD വാങ്ങിച്ച് വിറ്റയാണ്. ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് 65 ഇഞ്ച് TV വിൽക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ചേഞ്ചസ് ആദ്യം ഒറ്റയടിക്ക് LED ആവുമെന്ന് പറഞ്ഞ് TV എല്ലാം കളഞ്ഞെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ ടെക്നോളജി വരും, കമ്പ്യൂട്ടർ ആവും, റോബോട്ട്സ് ആയിരിക്കും ഇതിന് സെയിൽ ചെയ്യുന്നത്, ഡെലിവറീസ് എല്ലാം റോബോട്ട്, ഈവൻ ഷോർട്ട് ഇതിലായിരിക്കുള്ളൂ, ഈവൻ ഡ്രോണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിസ്റ്റം ആവും. പക്ഷെ അതൊക്കെ വരുന്നുണ്ടെന്നാണ് നമ്മൾ പഠിച്ച് സിസ്റ്റത്തിൽ മനസ്സിലാക്കി കാലഘട്ടത്തിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് മൂവ് ചെയ്യാൻ പിട്ടാപ്പിളി റെഡിയാണ്. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങൾക്കുണ്ട്, നെറ്റ്വർക്കുണ്ട്. ഇപ്പോൾ കേരളത്തിൽ എവിടെ ഏത് പ്രോഡക്റ്റും ഡെലിവറി ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് വാങ്ങിയ സാധനം കാസർഗോഡോ അല്ലെങ്കിൽ കണ്ണൂരോ അല്ലെങ്കിൽ വയനാടോ ഡെലിവറി ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു സിസ്റ്റം അടിച്ചാൽ അവിടുത്തെ നിയറസ്റ്റ് ഷോപ്പിൽ നിന്ന് അവിടെ ഡെലിവറി ചെയ്യും. ഒരു വണ്ടി ഓടി എത്തുന്നതിനേക്കാൾ വളരെ ഫാസ്റ്റായിട്ട് കസ്റ്റമർ വീട്ടിൽ സാധനം എത്തും. ആ തരത്തിലുള്ള സിസ്റ്റം 74 ബ്രാഞ്ചസ് ഞങ്ങൾക്ക് കേരളത്തിൽ അക്രോസ് ഉണ്ട്. അതുകൊണ്ട് പഞ്ച് ചെയ്താൽ അല്ലെങ്കിൽ സിസ്റ്റം ഏത് ബ്രാഞ്ചിൽ ഏത് പ്രോഡക്റ്റ് ഓർഡർ ചെയ്താലും നിങ്ങൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് സാധനം എത്തിക്കാനുള്ള സംവിധാനമായി. അത് ഇനി ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് ഇനി അത് കുറേ കൂടെ ഫാസ്റ്റ് ആവും. അതെ, ഇപ്പോൾ ഈ കൊമേഴ്സ് അല്ലെങ്കിൽ ക്വിക്ക് കൊമേഴ്സ് എന്ന് പറയുന്നത് വലിയ വ്യാപകമാണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടും വാൾമാർട്ടും ഒക്കെ അതിലേക്ക് ഏറ്റവും പെട്ടെന്ന് ഉപഭോക്താക്കളിലേക്ക് സാധനം എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മളെല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പഴയ പോലെ ഈ വിൻഡോ ഷോപ്പിംഗ് നടത്തുക, അതിനുശേഷം ആ കാശ് സ്വരൂപിച്ച് കടയിൽ പോയി ഷോപ്പിംഗ് നടത്തുക എന്നൊക്കെ പറയുന്നത് പ്രായോഗികമല്ല. അപ്പോൾ വലിയൊരു വിഭാഗം, പ്രത്യേകിച്ച് നമ്മുടെ ഈ ജെൻസി വിഭാഗമൊക്കെ ഓൺലൈൻ പർച്ചേസിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഓൺലൈൻ ഓഫ്ലൈൻ പർച്ചേസ്, ഈ ഓഫ്ലൈൻ കുറച്ചുകൂടെ കുറയാൻ സാധ്യതയുണ്ടെന്നാണോ കണക്കാക്കുന്നത്? ഓഫ്ലൈൻ ഓൺലൈൻ നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓഫ്ലൈൻ മാത്രം സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഓൺലൈൻ ഓഫ്ലൈൻ കോമ്പിനേഷൻ ആണ് വരും. ഇപ്പോൾ ഡെവലപ്ഡ് മാർക്കറ്റ് യൂറോപ്പിലോ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ സിസ്റ്റം ഞങ്ങൾ ക്ലോസ്ലി മാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ പോലും ഓൺലൈൻ ബിസിനസ്, നമ്മൾ ഇടയ്ക്ക് കോവിഡ് പീരീഡിൽ ഓൺലൈൻ്റെ ഷോട്ടപ്പ് കണ്ടുമ്പോൾ പലരും പറഞ്ഞു നിങ്ങളിനി ഓഫ്ലൈൻകാർ വെറുതെ ബ്രാഞ്ച് തുടങ്ങിയിട്ട് എന്താ കാര്യം, ഇറ്റ് ഈസ് ഓൺ ഓൺലൈൻ. പക്ഷേ എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലും എക്സെപ്റ്റ് ചൈന 30% താഴെയുള്ളൂ ഓൺലൈൻ ബിസിനസ്. ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും
അപ്പോൾ കസ്റ്റമർക്ക് പ്രോഡക്റ്റ് കണ്ടു വാങ്ങാനൊരു സംതൃപ്തി, ആ വാങ്ങുന്നതിൽ കിട്ടുന്നൊരു സുഖമുണ്ട്, സന്തോഷമുണ്ട്. അത് ഓൺലൈനിൽ പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല. ടച്ച് ആൻഡ് ഫീൽ എഫക്റ്റ് കിട്ടുന്നു, ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഇതാണ്. അപ്പോൾ അത് കൊടുക്കാൻ പറ്റിയാൽ ഞങ്ങൾക്ക് ഓഫ്ലൈൻകാർക്ക് പിടിച്ചേക്കാൻ പറ്റും. പിന്നെ ഞങ്ങളും ഓംനി ചാനലായിട്ട് മാറിക്കൊണ്ടിരിക്കുക, ലൈക്ക് ഓൺലൈൻ ഓഫ്ലൈൻ കോമ്പിനേഷൻ. ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ തന്നെ ഓൺലൈൻ ബിസിനസ് ഒരു ഉണ്ട് പിട്ടാപ്പിളിൽ. ഓൺലൈൻ സൈറ്റ് ചെന്നാൽ കസ്റ്റമർ ബുക്ക് ചെയ്താൽ കസ്റ്റമർ വീട്ടിൽ സാധനം എത്തും പേയ്മെൻറ്റ് കൊടുത്താൽ. പക്ഷേ കസ്റ്റമർക്ക് ആ ഒരു സെഗ്മെൻറ്റിനേക്കാൾ കൂടുതൽ ഓഫ്ലൈൻ പ്രിഫറൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ നിലവിൽ ഓൺലൈൻ ചെയ്യുന്നവർ മാർക്കറ്റ് മുഴുവൻ പിടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു സ്ട്രിപ്പ് ഡൗൺ വെർഷൻ പ്രോഡക്റ്റ് ഒത്തിരി ക്രേസി പ്രൈസിലാണ് കൊടുക്കുക. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാ ആമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ ഹെവി ലോസ് വെയിറ്റ് ചെയ്തിട്ടാണ് ഓൺലൈൻ ഷെയർ എടുക്കുന്നത്. അത് ടോപ്പ് ലൈൻ മാത്രം നോക്കിയിട്ട്. അപ്പം നമ്മളിത്ര ഓർത്തഡോക്സ് അല്ലെങ്കിൽ പരമ്പരാഗത ഡീലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഹെവി ലോസ് എടുത്ത് ഓൺലൈൻ ബിസിനസ് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഫ്യൂച്ചറിൽ കസ്റ്റമർ കൺവീനിയൻസിന് വേണ്ടി ഓൺലൈനിലേക്ക് സ്വിച്ച് ചെയ്യും. ഇപ്പം തന്നെ ഒരു പെർസെൻറ്റേജ് കസ്റ്റമർ പിട്ടാപ്പിളി തന്നെ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ഓൺലൈൻ സൈറ്റിൽ പോയി ഓർഡർ ചെയ്യും, ഞങ്ങൾ കൊടുക്കും. ഞങ്ങൾ ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾക്ക്, ക്വാളിറ്റി പ്രോഡക്റ്റുകൾക്ക് കോമ്പറ്റേറ്റീവ് പ്രൈസ് തന്നെയാണ്. ഓൺലൈൻ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ സപ്ലയേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്പെഷ്യൽ മോഡൽ നമ്പറിൽ പ്രോഡക്റ്റ് തരും. അത് അല്പം സ്ട്രിപ്പ് ഡൗൺ വെർഷൻ ആയിരിക്കും. എനിക്കത് പറയാമെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ അവർ നിങ്ങളൊരു ബൾക്ക് ഓർഡർ ചെയ്യുക, ഒരു മെറ്റീരിയൽ ഓർഡർ ചെയ്യുക, അതിന് സ്പെഷ്യൽ പ്രൈസ് വരണമെങ്കിൽ വി വിൽ മേക്ക് ഇറ്റ് ഫോർ യു, ഒരു മോഡൽ നമ്പർ. അത് നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടുക്കുന്ന പറയുന്ന പ്രൈസിന് തരാം. ഇപ്പോൾ ചൈനയിൽ ചെയ്യുന്ന ഏത് വിലയ്ക്കും സാധനം മേടിക്കാം, നമ്മൾ ആവശ്യപ്പെടുന്ന വിലയ്ക്ക് അവർ ഉണ്ടാക്കി തരും. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റിയിലെ വ്യത്യാസമുണ്ട്. ഇന്ന് ഓൺലൈൻ ചെയ്യുന്ന പലരും കസ്റ്റമർ സർവീസിൽ വളരെ പുറയില്ല. കസ്റ്റമർക്ക് ഒരു പ്രോബ്ലം വന്നാൽ ഇല്ല, കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓൺലൈനോ ഓഫ്ലൈനോ വാങ്ങിയ പ്രോഡക്റ്റിന് അതിൻ്റെ വാറണ്ടി പീരീഡ് മാത്രമല്ല, അത് കഴിഞ്ഞും ആ പ്രോഡക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ചെറിയ റിപ്പയറുള്ളൂ, അതിനുവേണ്ടി കളയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങൾ സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഓഫ്ലൈൻ ഓൺലൈൻ ഓംനി ചാനലായിരിക്കും ഇനി ഫ്യൂച്ചറിലേക്ക് കൂടുതൽ സർവേ ചെയ്യുക. ഓൺലൈൻ മാത്രമുള്ളവർക്കും സർവേ ചെയ്യാൻ ബുദ്ധിമുട്ടാവും, ഓഫ്ലൈൻ മാത്രമുള്ളവർക്കും സർവേ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതെ, അങ്ങനെ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിനായിരിക്കും കൂടുതൽ. ഞങ്ങൾ ഓൾറെഡി അത് തുടങ്ങി കഴിഞ്ഞു. ഓൺലൈനിൻ്റെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് ഞങ്ങൾ കൺവീനിയൻസ്. അപ്പം അതിന് ഓഫ്ലൈൻ സ്പ്രെഡ്, നെറ്റ്വർക്ക് സ്പ്രെഡ് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിൻ്റെ അക്രോസ് ABC മെയിൻ ടൗൺ മാത്രം നോക്കാതെ B ക്ലാസ് ടൗണിലും പഞ്ചായത്തുകളിൽ വരെ ഞങ്ങളൊരു ബ്രാഞ്ച് എടുത്തതിൻ്റെ ഒരു കാര്യം ഇതാണ്. ഇപ്പൊ ഈ ആമസോണും ഫ്ലിപ്കാർട്ടും അല്ലെങ്കിൽ വമ്പൻ ബഹിരാഷ്ട്ര കുത്തകകളൊക്കെ വന്ന് അവര് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഡോളേഴ്സ് ആണ് മാർക്കറ്റിങ്ങിന് മാത്രമായി സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വലിയ നഷ്ടം സഹിച്ചുകൊണ്ടാണ് ഈ പലപ്പോഴും ഈ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ആ സെയിലിൽ ഇത്രയധികം വിറ്റു എന്നുള്ള എമൗണ്ട് അവർ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി മാർക്കറ്റിംഗിലേക്ക് ഇറക്കുക, അതുപോലെ നഷ്ടം സഹിച്ചുള്ള വിൽപ്പന, ഇത് നമ്മുടെ ഈ ഒരു സാധാരണ സംവിധാനത്തെ, സാധാരണക്കാരായ ഒരുപാട് ഡീലർഷിപ്പുകളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സിസ്റ്റത്തെ ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും അതൊരു ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, വലിയ ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, കടലിൽ കൂടെ അല്ലെങ്കിൽ കായലിൽ കൂടെ ഒരു വലിയ ബോട്ട് പോയാൽ, വലിയൊരു കപ്പൽ പോയാൽ അടുത്തുള്ള എല്ലാ കപ്പലുകൾക്കും അതിൻ്റെ ഓളം തട്ടും. അതിൽ കൂട്ടത്തിൽ വലിയ കപ്പലുകൾ നിൽക്കും, ചെറിയ ബോട്ടൊക്കെ ആണെങ്കിൽ മറിഞ്ഞു പോകും. ഇത് തന്നെയാണ് ഇപ്പോൾ വലിയ കുത്തകൾ ബിസിനസ്സിൽ ഇറങ്ങി ചെയ്യുമ്പോൾ. കാരണം ദേ ആർ മീറ്റിംഗ് ബിഗ് ലോസ്. അല്ല, ലാഭനഷ്ടമല്ല അവർക്ക്, ടോപ്പ് ലൈൻ ഓളിയം കിട്ടുകയെന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. അപ്പോൾ അത് ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഒരു ടർബുലൻസ് ആവും, ഡിസ്റ്റർബൻസ് ആവും. പക്ഷേ ഇറ്റ്സ് ബൗണ്ട് ടു ഹാപ്പൻ. ഇത് ഇൻഡസ്ട്രി അല്ലെങ്കിൽ അങ്ങനെയാണ് പോകുന്നെങ്കിൽ നമുക്കത് കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയില്ല. അതിനെ പേടിച്ച് മാറി നിൽക്കുന്നത് ശരിയല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ശരിയല്ല. ഇറ്റ് ഈസ് ദ റൂൾ ഓഫ് ദ ലോ. അപ്പോൾ ബിസിനസ് ഓൺലൈൻകാരാണെങ്കിലും മോഡേൺ റീറ്റെയിലാണെങ്കിലും ഈ സമ്പടി കമ്പനി ഒത്തിരി പൈസ കൊണ്ട് മാർക്കറ്റ് പമ്പ് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് ഡിസ്റ്റർബ് ചെയ്തിട്ട് ചിലർ സർവൈവ് ചെയ്ത് ചിലർ പോവും. പക്ഷെ അവിടെ ഓർത്തഡോക്സ് അല്ലെങ്കിൽ പഴയ പരമ്പരാഗത ട്രേഡ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ബിസിനസ്സുകാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തമ്പടിക്കുന്നിടത്ത് തമ്പടിക്കുകയും പുഷ് ചെയ്യേണ്ടടുത്ത് പുഷ് ചെയ്യുകയും ചെയ്ത് നിൽക്കുക. ഇപ്പോൾ പിട്ടാപ്പിളിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഗ്യാപ്പിക്കുന്നത് കൊടുക്കും, അവർക്ക് കൊടുക്കാൻ പറ്റാത്ത സർവീസിന് ഞങ്ങൾ ഫോക്കസ് കൊടുക്കും. കാരണം ഓൺലൈൻകാർക്ക് കൊടുക്കാൻ പറ്റാത്ത സർവീസ് തീർച്ചയായിട്ടും പിട്ടാപ്പിളി കിട്ടും. ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാലും വിളിച്ചാൽ ഒരു കോളിൽ ആയിട്ട് കിട്ടും. ഏറ്റവും അടുത്ത് അവരുടെ ഷോപ്പുണ്ട് കസ്റ്റമർക്ക്, വാങ്ങുമ്പോൾ ചിലപ്പോൾ ഓൺലൈൻ കിട്ടും. ഇവിടെ പ്രശ്നം വരുമ്പോൾ അവിടെ അടുത്തേന്ന് ആരോട് പറയും, ഓൺലൈൻ പറഞ്ഞാൽ കിട്ടില്ല. ഈവൻ കോർപ്പറേറ്റുകളുടെ അടുത്താണെങ്കിൽ പോലും ഉടമസ്ഥയില്ല, അവരൊക്കെ എംപ്ലോയീസാണ് കൈപോക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ ഔട്ട് ഓഫ് പോളിസിയിൽ ഔട്ട് ഓഫ് വേയിൽ പല സർവീസും എക്സ്റ്റ് ചെയ്ത് കൊടുക്കും. ഞങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ചിലപ്പോൾ കമ്പനികൾക്ക് പ്രോഡക്റ്റ് മാറ്റി കൊടുക്കേണ്ടി വരുന്ന കേസിൽ. അപ്പോൾ അതൊക്കെ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അച്ചീവ്മെൻറ്റാണ്. അതറിയുന്ന ഒരു സെറ്റ് ഓഫ് കസ്റ്റമർ നമുക്കുണ്ടാവും. എന്നും കസ്റ്റമർ 100% കസ്റ്റമറെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നില്ല, നടക്കുകയില്ല. പക്ഷേ ഒരു സെറ്റ് ഓഫ് കസ്റ്റമർ ഉണ്ടാവും നമുക്ക്, ഹൂ ബിലീവ് ഇൻ അസ്. ഇപ്പോൾ ഇന്നും പിട്ടാപ്പിളിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 34 വർഷമായി റിപ്പീറ്റ് കസ്റ്റമർ 71% റിപ്പീറ്റ് കസ്റ്റമർ. ഏറ്റവും കൂടുതൽ
ട്രസ്റ്റഡ് ബ്രാൻഡ് പിറ്റാപ്പിളി, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് കസ്റ്റമറും പിറ്റാപ്പിളിക്കാണ്. കാരണം എന്താ വെച്ചാൽ അവർ വീണ്ടും വീണ്ടും പിറ്റാപ്പിളി വാങ്ങാൻ ആഗ്രഹിക്കുന്ന 100 പേരിൽ 71 പേരും പിന്നെയും വരുന്നുണ്ടെന്നുള്ളതാണ് ഇൻഡസ്ട്രി കണക്ക് വരുന്നത്.